ഞാൻ റെഗുലർ ആയിട്ട് ഫാബിന്റെയുടെ ദുപ്പട്ടയാണ് ഡാൻസ് ക്ലാസ്സിലേക്ക് പ്രാക്ടീസ് സെഷൻ ഉപയോഗിക്കാറ്. കാര്യം ഈ ദുപ്പട്ട അത്യാവശ്യം നല്ല നീളമുണ്ട്, അത്യാവശ്യം നല്ല വിട്ടും ഉണ്ട്. ഇതിന്റെ ഒരു സൈഡ് എടുത്തിട്ട് ചിലവരിങ്ങനെ പ്ലീറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോ സ്ഥിരമായിട്ട് ദുപ്പട്ട കെട്ടുന്നത് ഇപ്പോതാ ഇങ്ങനെ ചെറിയ 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 പ്ലേറ്റ്സ് പോലെ ഇതിങ്ങനെ ചേർത്ത് പിടിച്ചു, ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചു. ഓക്കെ, ഇതിങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിൽ ഈ ദുപ്പട്ട ഇങ്ങനെ പ്ലേസ് ചെയ്തേണു. ഏറ്റവും ലോങ്സ്റ്റ് സൈഡ് ബാക്കിലേക്ക് പോയേക്കാണ്, ലെങ്ത് കുറഞ്ഞ ഭാഗം ഫ്രണ്ടിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ പ്ലേറ്റ്സ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിടുന്നു. ഈ ഒരു എൻഡും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ബാക്കിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ ദുപ്പട്ട ഞാൻ ഇതെന്റെ റൈറ്റ് സൈഡാണ്. ഈ വേസ്റ്റ് ലൈനിന്റെ ചുറ്റും കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ലൈനിന്റെ ഈ റൈറ്റ് സൈഡ് ഞാൻ ടക്കിൻ ചെയ്യുവാണ്. ഇങ്ങനെ ടക്കിൻ ചെയ്തിട്ടു. ഓക്കെ, ഈ പ്ലീറ്റ്സ് എല്ലാം തന്നെ പതുക്കെ പതുക്കെ കുട്ടി കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് ഇതൊരു ഭംഗി പോലെ നോക്കി ഇങ്ങനെ കറക്റ്റാക്കി ഞാൻ ഇങ്ങനെ നന്നായിട്ടൊന്ന് എല്ലാ പ്ലീറ്റ്സും ഒന്ന് താഴേക്ക് വലിച്ച് ഒന്ന് പ്രോപ്പർ ആക്കി ഇട്ടു. ഇനി ദുപ്പട്ട ഇങ്ങനെ കെട്ടിയാൽ മാത്രം പോരാ, ലെഫ്റ്റ് ഷോൾഡറിൽ നന്നായി ഒരു 2 പിൻ ചെയ്ത് വെക്കണം. നമ്മളിവിടെ ഒരു 2 പിൻ എടുത്തിട്ടുണ്ട്. ഈ 2 പിന്ന് ഒന്ന് ഈ റൈറ്റ് എഡ്ജ് നന്നായി സെക്യൂർ ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് നിർത്തുക. അപ്പോ ആ റൈറ്റ് എഡ്ജ് ലൂസായി പോവില്ല ഷോളിന്റെ. അപ്പോ ഇത് കണ്ടോ, പിന്നെ ഇനി ഈ അറ്റം നീങ്ങില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് എഡ്ജ് നമ്മൾ ഇട്ട ഡ്രസ്സിനോട് ചേർത്ത് ഇങ്ങനെ അങ്ങ് പിൻ ചെയ്ത് നിർത്തുക. അപ്പൊ ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കിയേ കണ്ടോ, പിന്നെ ഇത് താഴേക്ക് വരില്ല. ഇങ്ങനെ ഷോൾഡർ വിട്ട് ഈ ഷോൾ ഇങ്ങനെ താഴേക്ക് വരില്ല. അപ്പൊ ഇതിങ്ങനെ നീറ്റായിട്ട് തന്നെ ഉണ്ടാവും പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ നന്നായി ഒന്ന് പിൻ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ഷോൾ ഇങ്ങനെ നീങ്ങി നീങ്ങിപ്പോവും. ഈ ഒരു റൈറ്റ് എഡ്ജും ഈ ദുപ്പട്ടയുടെ ഒന്ന് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പതാ നോക്കിയേ, നല്ല പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ഷോള് കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും.